ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. ദൈവാവിഷ്കാരത്തിന്റെ 5ാം ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും ഇടയാകുന്നത് അതിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതിനാലാണ്. സമ്പൂർണമായ ദൈവിക വെളിപാട് ദൈവാവിഷ്കാരം ക്രിസ്തുവിലാണെന്നും ആ ക്രിസ്തു ആനുകാലിക ലോകത്ത് സഭയിലാണെന്നും സഭാത്മകമായ ജീവിതത്തിൽ പുതിയ നിയമത്തിന് അടിസ്ഥാനമായ പ്രഘോഷണമാണ് ആവശ്യമെന്നും നാം പറയുമ്പോൾ പലപ്പോഴും ആളുകൾ സംശയിക്കുന്നത് പിന്നെന്തിനാണ് പഴയ നിയമം? പഴയ നിയമവും പ്രാധാന്യമുള്ളതല്ലേ? അങ്ങനെ പഴയ നിയമത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയുന്നവർ പുതിയ നിയമമായ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാനല്ല അതിനെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. മിക്കവാറും പൂർവിക ശാപങ്ങളെക്കുറിച്ച്, തലമുറ ദോഷങ്ങളെക്കുറിച്ച്, മന്ത്രവാദത്തെയും കൂടോത്രത്തെയും കുറിച്ച്, പൈശാചികമായ ബന്ധനങ്ങളെക്കുറിച്ച്, എല്ലാവരും വേർപെട്ട് ജീവിക്കണമെന്ന ഒരു പഴയ നിയമ സങ്കല്പത്തിന് അനുസൃതമായി ആനുകാലിക ലോകത്ത് നാം ജീവിക്കേണ്ടതുണ്ടെന്ന് പഠിപ്പിക്കുന്ന വികലമായ രീതികൾ മുന്നോട്ട് വയ്ക്കുമ്പോഴാണ് എന്താണ് പഴയ നിയമം, അതിലൂടെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണയോടെ നമുക്ക് മുൻപോട്ട് പോകും. അവിടെയാണ് ദൈവാവിഷ്കാര പദ്ധതിയുടെ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായി നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ തുടങ്ങിയത് ഉൽപ്പത്തിയിൽ ദൈവം സൃഷ്ടികർമ്മം ചെയ്യുമ്പോൾ തന്നെ ആ സൃഷ്ടിയിൽ തന്നെ തന്നെ സമ്പൂർണമായി വെളിപ്പെടുത്താനും പകർന്നു നൽകാനും മനസ്സ് കാണിച്ചു. ആ മനസ്സിന്റെ തുടർച്ചയാണ് ആദ്യ മാതാപിതാക്കന്മാരിലൂടെ, പിന്നീട് നോഹയുമായുള്ള ഉടമ്പടിയിലൂടെ, അബ്രഹാത്തിന്റെ തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി ദൈവം ഇത് വെളിപ്പെടുത്തുകയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് കൂട്ടുന്ന ദൈവം പൂർണ്ണമായ രക്ഷയിലേക്ക് പ്രവേശിക്കാൻ, ക്രിസ്തുവിനെ അനുഭവിക്കാൻ ഇടയാകും വിധം ഒരുക്കമുള്ള ഒരു ജനതയായി നമ്മെ മാറ്റി തീർക്കാൻ വേണ്ടി പൂർവ്വകാലങ്ങളിൽ പ്രവർത്തിച്ചതിന്റെ ഓരോ പടികളാണ് പഴയ നിയമത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റുക. അതുകൊണ്ട് ദൈവാവിഷ്കാര പദ്ധതിയുടെ ആദ്യഘട്ടങ്ങളെ, പ്രതീകാത്മകമായ അവതരണങ്ങളെയും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ക്രിസ്തുവിലാണ് പരിപൂർണത എന്ന പരമാർത്ഥത്തിൽ ഉറച്ചുകൊണ്ട്, യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് ദൗത്യമെന്ന് ഉറച്ചുകൊണ്ട്, ക്രിസ്തുവിൽ നമുക്ക് കൈവന്നിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ചും ആ രക്ഷയിൽ പങ്കാളിത്തം അനുഭവിക്കാൻ സഭാത്മകമായ ജീവിതം എങ്ങനെയാണ് നാം നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് വാസ്തവത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോ 5ാം ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുക. ഒന്ന്, പൂർവ്വപിതാക്കന്മാരിലൂടെയുള്ള ഒരു നയിക്കപ്പെടൽ, നിയമം നൽകുകയും അതുവഴി വിശുദ്ധ ജനത്തെ ഒരുമിച്ച് കൂട്ടി ദൈവത്തെ സ്വീകരിക്കാൻ ഇടയാകുന്ന ഒരു മനസ്സ് സ്വരൂപിച്ചെടുക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ പറ്റുക. 2ാം ഭാഗത്ത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ പ്രവാചകന്മാർ നിയമാനുഷ്ഠാനത്തിന്റെ ആചാര രീതികൾക്കപ്പുറത്ത് ഒരു രക്ഷകനെ പ്രതീക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് മനസ്സ് തുറക്കാൻ ദൈവജനത്തെ പ്രേരിപ്പിക്കുന്ന ഘട്ടത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുക. അങ്ങനെ ദൈവാവിഷ്കാര പദ്ധതി ക്രിസ്തുവിൽ എത്തിച്ചേരുന്നത് വരെയുള്ള തന്റെ ജനത്തെ ഒരുമിച്ച് കൂട്ടുകയും അവരുടെ മനസ്സ് ദൈവോന്മുഖമാക്കി ദൈവത്തെ സ്വീകരിക്കാനും രക്ഷാകരമായ വെളിപ്പെടുത്തലിനെ തിരിച്ചറിയാൻ ഇടയാകും വിധം അവരുടെ ബോധത്തെ ഉണർത്താനും ദൈവം പടിപടിയായി ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് ഘട്ടങ്ങളിൽ കാണാൻ കഴിയും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ചിൽ 62ാം ഖണ്ഡികയിൽ പൂർവ്വപിതാക്കന്മാരുടെ കാലശേഷം എങ്ങനെയാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഒരു വിമോചനത്തിലേക്ക് ദൈവജനം നയിക്കപ്പെടുന്നുവെന്നും ഒരുമിച്ച് കൂട്ടപ്പെടുന്നുവെന്നും നമുക്ക് കാണാൻ കഴിയും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 62. പൂർവ്വപിതാക്കന്മാരുടെ കാലശേഷം ഇസ്രായേലിയരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ തന്റെ സ്വന്തം ജനമായി രൂപീകരിച്ചു. പൂർവ്വപിതാക്കന്മാരുടെ കാലശേഷം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി രക്ഷയിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് ദൈവം തന്നെ കുറെ കൂടി വ്യക്തമായി വെളിപ്പെടുത്തുന്നത്. മോശയെ തെരഞ്ഞെടുത്തുകൊണ്ട് മോശയിലൂടെ ദൈവജനത്തെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. ഈ പഴയ നിയമത്തിലെ വിമോചനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ, പ്രതീകങ്ങൾ വാസ്തവത്തിൽ പാപലോകത്തു നിന്നും, ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്നും മനുഷ്യൻ ക്രിസ്തുവിലേക്ക് എപ്രകാരമാണ് നയിക്കപ്പെടേണ്ടത് എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും. പഴയ നിയമ പ്രതീകമായ മോശ ദൈവജനത്തിനു വേണ്ടി ദൈവത്തെ പ്രതി അവരെ നയിക്കുന്നവരായി മാറുമ്പോൾ ക്രിസ്തു തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മോശ വഴി നൽകപ്പെട്ട നിയമം, ആ നിയമത്തിലൂടെയുള്ള ഒരുമിച്ചുകൂട്ടൽ, ആ ഒരുമിച്ചുകൂട്ടൽ വഴി അവരെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു എന്ന കാര്യം നാം ഓർക്കുമ്പോൾ നമ്മെ പൂർവ്വകാലങ്ങളിൽ ഇപ്രകാരം ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ വേണ്ടി വഴി നടത്തിയ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം.
മോശയുടെ നേതൃത്വം വഴി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ ആധിപത്യത്തിൽ നിന്ന്, പീഡകളിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ച് ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നതിന്റെ ഒരു ചിത്രം നമുക്ക് പഴയ നിയമത്തിൽ കാണാം. കാനാൻ ദേശത്തേക്കുള്ള യാത്രയായിട്ടാണ് പഴയ നിയമത്തിൽ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുക. എന്നാൽ വാസ്തവത്തിൽ ഈ കാനാൻ എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ പ്രതീകവും ഈജിപ്തിന്റെ അടിമത്വം ലോകരാജ്യത്തിന്റെ അടിമത്വവുമായി തിരിച്ചറിയുമ്പോഴാണ് ഈ പ്രതീകങ്ങൾ വാസ്തവത്തിൽ ദൈവാവിഷ്കാരത്തിൽ എത്രത്തോളം പങ്കുവഹിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം. സീനായി മലമുകളിൽ വെച്ച് ദൈവജനവുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട് മോശ വഴി. ആ ഉടമ്പടി പ്രധാനമായിട്ട് എന്തിനുള്ളതാണ്? ഏകസത്യദൈവമായിട്ടും പിതാവായിട്ടും പരിപാലകനായിട്ടും ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാനും ആ ദൈവത്തോട് വിശ്വസ്തത ജീവിക്കാനും വേണ്ടിയാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഭാഗത്ത് രക്ഷകനെ പ്രതീക്ഷിക്കുന്ന ജനമായി കാത്തിരിക്കാനും വേണ്ടിയാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സീനായി ഉടമ്പടിയിലുണ്ട്. ആ ഉടമ്പടിയിലൂടെ ഒരു ഒരുമിച്ച് കൂട്ടലുണ്ട്. ആ ഒരുമിച്ച് കൂട്ടൽ യേശുക്രിസ്തുവിൽ വെളിപ്പെടാനിരിക്കുന്ന സമ്പൂർണതയെ അനുഭവിക്കാൻ ദൈവജനത്തെ ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ ദൈവത്തിന് 3 കാര്യങ്ങളാണ് പറയുക. ഒന്ന്, ഏക സത്യദൈവമായി. പല പല ദേവന്മാരെയും മൂർത്തികളെയൊക്കെ ആരാധിച്ചു പോകുന്ന ഒരു സമൂഹത്തിനിടയിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത് വേർതിരിച്ച് കാനാനിലേക്ക് നയിക്കുമ്പോൾ ആ നയിക്കപ്പെടലിന്റെ ഭാഗമായി ദൈവജനത്തിന് അവിടെ നിന്ന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു ദൈവമേ ഉള്ളൂ, ഏക സത്യദൈവം. ആ സത്യദൈവത്തെയാണ് ആരാധിക്കേണ്ടത്. മോശയ്ക്ക് മുൾപ്പുറപ്പിൽ വെച്ച് വെളിപ്പെട്ട ആ ദൈവത്തെ ആരാധിക്കാൻ, ഏക ദൈവത്തെ ആരാധിക്കാൻ പ്രാപ്തരാകണം. കാരണം വെളിപ്പെടാനിരിക്കുന്നത് അഖില ലോകത്തിന്റെയും രക്ഷകനായ ക്രിസ്തുവാണ്, ഏകദൈവമാണ്. ആ ഏകദൈവത്തെ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഒരു പൂർവികമായ ഒരുക്കം ആവശ്യമുണ്ട്. ഒരു ദൈവത്തിലേക്ക് എത്തിച്ചേരണം. പല ദൈവങ്ങളിലും വിഗ്രഹങ്ങളിലും ഒക്കെ ആയിരുന്ന ദേവതാ സങ്കല്പങ്ങളിലൊക്കെ മുഴുകിയിരുന്ന ജനത്തെ യഥാർത്ഥത്തിലുള്ള ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏക സത്യദൈവം. രണ്ടാമത്തെ കാര്യം, ഒരു പരിപാലകനായ പിതാവ്. എല്ലാ കാര്യങ്ങളിലും എപ്പോഴും കൂടെയുള്ള ഒരു ദൈവത്തെ അനുഭവിക്കാൻ പറ്റണം. അങ്ങനെ പിതാവായ അവനിൽ നിന്നാണ് എല്ലാവരും വരുന്നതെന്ന് ബോധ്യത്തോടെ ജീവിക്കാൻ. അങ്ങനെ ഒരു ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എല്ലാവരെയും സാഹോദര്യത്തിൽ ഒന്നിപ്പിക്കാൻ പറ്റൂ. ഒരുമിച്ച് കൂട്ടൽ ആവശ്യമാണല്ലോ. ആ ഒരുമിച്ച് കൂട്ടലിന് വേണ്ടിയാണ് അവിടെ ദൈവം സീനായി മലമുകളിൽ വെച്ച് നൽകുന്ന വെളിപ്പെടുത്തലിൽ ഏക സത്യദൈവമായും പിതാവായും. മൂന്നാമത് പരിപാലകനായ ദൈവം. സമ്പൂർണ്ണ ആശ്രയത്വം ദൈവത്തിലുള്ളവരായിട്ട് മാറാൻ, ക്രിസ്തുവിൽ ഒന്നായി തീരാൻ നാം തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന്, നമുക്ക് ക്രിസ്തു വെളിപ്പെടേണ്ടതിന് ഒരു മുന്നൊരുക്കമായി വരുന്ന ഭാഗത്ത് ദൈവത്തെ പരിപാലകനായി അംഗീകരിച്ച് സ്വീകരിക്കാൻ കഴിവുള്ള, അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന, അതേസമയം തന്നെ രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 62ാമത്തെ ഖണ്ഡിക അതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. CCC 62 തുടരുന്നു. സീനായ് മലമുകളിൽ വെച്ച് അവരുമായി അവിടുന്ന് ഉടമ്പടി ഉറപ്പിച്ചു. സജീവനായ ഏക സത്യദൈവവും പരിപാലിക്കുന്ന പിതാവും നീതിമാനായ വിധികർത്താവുമായി ദൈവത്തെ അംഗീകരിച്ച് ആരാധിക്കുന്നതിന് വേണ്ടിയും വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനെ പ്രതീക്ഷിക്കുന്നതിനു വേണ്ടിയും ദൈവം മോശ വഴി അവർക്ക് തൻ്റെ നിയമം നൽകി. ദൈവം നമ്മൾ വിളിക്കുന്നത് ഒരു പൗരോഹിത്യത്തിലേക്കാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ക്രിസ്തുവിൽ ഒരു പൗരോഹിത്യം നമുക്ക് കയ്യേൽപ്പിക്കപ്പെടുകയും ലോകത്തിന് മുഴുവനും വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായി നാം തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നമ്മൾ വിശുദ്ധ ജനവും ദൈവത്തിന്റെ സ്വന്തം ജനവും തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും. അപ്രകാരം ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്ന ദൈവം ദൈവത്തിന്റെ ദാസരായി പുരോഹിതരായി തിരഞ്ഞെടുക്കുന്നു. പൗരോഹിത്യം എന്നത് ഒരു അർപ്പണമാണ്. ആദ്യകാലത്ത് ബലിയർപ്പണങ്ങൾ നടത്തിയിരുന്നത് ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ആണ്ടുതോറും ബലിയർപ്പിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരാണ്. പുതിയ നിയമത്തിലാണ് ക്രിസ്തു തന്നെയാണ് ഏക മധ്യസ്ഥനും ഏക ബലിയും. ക്രിസ്തുവിലേക്കാണ് നാം വളരുന്നത്. പഴയ നിയമത്തിൽ ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് പൗരോഹിത്യ ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു, ദൈവജനമാക്കി മാറ്റുന്നു. ദൈവത്തിന്റെ കാര്യങ്ങൾ പറയാൻ, ദൈവം പറയുന്നവ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ളൊരു വിഭാഗത്തെ ദൈവം ഉയർത്തുന്നു. അങ്ങനെ ദൈവം ഒരു ഒരുക്കം നടത്തുന്നുണ്ട്. നമ്മിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ സമ്പൂർണമായ രക്ഷയുടെ വഴിയെ പൂർവ്വകാലത്ത് ഇങ്ങനൊരു മുന്നൊരുക്കത്തിലൂടെയാണ് തയ്യാറാക്കിയത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. നിയമാവർത്തന പുസ്തകത്തിന്റെ 28ാം അധ്യായത്തിൽ 10ാം തിരുവചനം പറയുന്നത് പോലെ, നീ ദൈവത്തിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തെ ജനതകളെല്ലാം നിന്നെ ഭയപ്പെടും. ദൈവത്തിന്റെ നാമം ഇന്ന് പേറുന്ന നമ്മൾ ക്രിസ്തുവിലാണ് ആയിരിക്കുന്നത്. ദൈവത്തിന്റെ നാമം യേശു എന്നാണ്. യേശു എന്നാൽ ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കാണ്. അങ്ങനെ വ്യക്തിയും പ്രക്രിയയുമായ ഒരുവനിൽ സമ്പൂർണതയിലേക്ക് എത്തിച്ചേർന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ദൈവം
പൗരോഹിത്യത്തിലൂടെ ഒരു ജനതയെ തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ നാമം വഹിക്കുന്നവരാക്കി മാറ്റുന്നുണ്ട്. നിയമാവർത്തനം അതിനെക്കുറിച്ച് പറയുന്നത് ലോകം ഭയപ്പെടുമെന്നാണ്. നിയമാവർത്തന പുസ്തകം 28:10. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. എന്നാൽ ഇന്ന് ക്രിസ്തുവിൽ നാം ആയിരിക്കുന്നത്, വിശുദ്ധ പൗരോഹിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അഖില ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്ന ഭാവത്തിലേക്ക് എത്തിച്ചേരാനാണ്. പഴയ നിയമം ദൈവത്തിന്റെ നാമം വഹിക്കുന്നവരാക്കി മാറ്റുമ്പോൾ പുതിയ നിയമത്തിലാകട്ടെ ആ ദൈവത്തിന്റെ നാമത്തിലായിരിക്കാൻ, ആ ദൈവത്തിന്റെ നാമം ലോകരക്ഷയാണ് എന്ന പരമാർത്ഥത്തിലേക്ക് നയിക്കാൻ നാം വിളിക്കപ്പെടുന്നു. സകല ജനത്തിനും വേണ്ടി രക്ഷയുടെ സദ്വാർത്തയായ ക്രിസ്തു ഭൂമിയിൽ വന്നുവെന്നും അവൻ കുരിശിൽ മരിച്ചുവെന്നും അതുവഴി രക്ഷ കരഗതമായി എന്നും അധരം കൊണ്ട് പ്രഘോഷിക്കുന്ന നാം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷ പകരുന്നവരായി തീരാൻ വിളിക്കപ്പെടുന്നുണ്ട് എന്ന പരമാർത്ഥമാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. CCC 63. ഇസ്രായേൽ ദൈവത്തിൻ്റെ പുരോഹിത ജനമാണ്. അവരുടെ മേൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കപ്പെടുന്നു. അവരോട് തന്നെയാണ് നമ്മുടെ കർത്താവായ ദൈവം ആദ്യമായി സംസാരിച്ചത്. അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിൽ മൂത്ത സഹോദരന്മാരായ ജനമാണ് അവർ. മോശ വഴി ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുകയും ശുദ്ധജനമായി ഒരുമിച്ച് കൂട്ടുകയും ഉടമ്പടി നൽകുകയൊക്കെ ചെയ്യുന്ന ദൈവം പ്രവാചകന്മാരിലൂടെയാണ് രക്ഷകനെ കാത്തിരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് ഉയർത്തുന്നത്. അനുഷ്ഠാനവും നിയമവും ഒക്കെ പരിമിതമായി പോകുന്ന ഘട്ടങ്ങളിൽ അവയേക്കാൾ ഉപരിയായി ഒരു രക്ഷകനെ പ്രതീക്ഷിക്കേണ്ടതുണ്ടെന്നും രക്ഷകനിൽ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയുടെ അനുഭവത്തിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പും വിളിയുമെന്ന് ഓർമ്മിപ്പിക്കുന്നവരാണ് പ്രവാചകന്മാർ. ആനുകാലിക ലോകത്തും നമ്മൾ പ്രവാചക ദൗത്യമുള്ളവരാണ്. ഈ പ്രവാചക ദൗത്യമാകട്ടെ പഴയ നിയമ പ്രവാചക ദൗത്യമല്ല. പഴയ നിയമ പ്രവാചക ദൗത്യം വരാനിരിക്കുന്ന ഒരു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു. പുതിയ നിയമത്തിലാകട്ടെ നാം ആനുകാലിക ലോകത്ത് ജീവിക്കുമ്പോൾ ക്രിസ്തു നമ്മിലെന്നും അപരത്വത്തിലെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുകയും അങ്ങനെ ക്രിസ്തുവിൽ എത്തിച്ചേരാൻ നമുക്കുള്ള തടസ്സങ്ങളെ നീക്കാൻ നിരന്തരമായ ക്രിസ്തു രഹസ്യത്തെ ആനുകാലിക ലോകത്തിന് അനുഭവവേദ്യമാകും വിധം പരിഭാഷപ്പെടുത്താൻ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് 64-ാം ഖണ്ഡിക വളരെ വ്യക്തമായി പ്രവാചകന്മാരോട് ഒരുമിച്ച് കൂട്ടുന്ന ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്ത് വിശുദ്ധജനമായി ജീവിക്കാനായി തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ദൈവത്തെ കാത്തിരിക്കുന്നവരായി, നിരന്തരം ക്രിസ്തുവിനെ ദാഹിക്കുന്നവരായി, ദൈവത്തിന്റെയും ജീവിത സങ്കല്പങ്ങളുടെയും യാഥാർത്ഥ്യത്തിലുള്ള മൂല്യത്തെ സംബന്ധിച്ച് ക്രിസ്തുവാകുന്ന രഹസ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ട ഹൃദയപരമായ പവിത്രതയെക്കുറിച്ചാണ് പ്രവാചകന്മാർ സംസാരിക്കുന്നത്. CCC 64. ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശയിൽ തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുന്നു. സർവമനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള നവീനവും സനാതനവും ഹൃദയത്തിൽ എഴുതപ്പെടേണ്ടതുമായ ഒരു പുതിയ ഉടമ്പടിയെ കാത്തിരിക്കുന്ന ജനത്തെയാണ് ദൈവം ഇങ്ങനെ രൂപപ്പെടുത്തുന്നത്. യേശയ്യാപ്രവചനത്തിൽ 2-ാം അധ്യായത്തിൽ 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ പ്രവാചകനിലൂടെ സംഭവിക്കുന്ന ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള സംഭാഷണമാണ് യേശയ്യയിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുക. യേശയ്യ 2:2 അത് പറയുന്നുണ്ട്. അവസാന നാളുകളിൽ കർത്താവിന്റെ ഈ ആലയം എല്ലാ പർവ്വതങ്ങൾക്കും ഉപരിയായ ഒരു പർവ്വതമായി മഹത്വത്തിന്റെ കേന്ദ്രമായി നിലനിൽക്കും. അതെല്ലാ ജനതകളെയും ആകർഷിക്കും. എല്ലാ ജനതകളും അവിടേക്ക് ഒഴുകും. ക്രിസ്തുവിൽ സംഭവിച്ച സമ്പൂർണ്ണതയിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലോകം മുഴുവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. എത്രത്തോളം പേര് സഭയിൽ ചേർന്നു എന്നുള്ള കണക്ക് വെച്ചല്ല, ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ മനസാക്ഷിയായി ക്രിസ്തു ഉയർത്തപ്പെടുകയും ലോകം മുഴുവനെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിനും വഴിയിലേക്ക് നയിക്കാൻ ക്രിസ്തുമാർഗം അനിഷേധ്യമായ ഒന്നായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യാം. യേശയ്യാപ്രവചനം വീണ്ടും തുടരുന്നുണ്ട്. 3-ാം വചനത്തിൽ ജനതകൾ പറയും, നമുക്ക് കർത്താവിന്റെ ഗിരിയിലേക്ക് പോകാം, യാക്കോബിന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാം, അവിടെ നമ്മൾ നീതിയുടെ മാർഗങ്ങൾ പഠിപ്പിക്കും. ദൈവത്തിന്റെ നിയമം ജീവിതത്തിന്റെ അടിസ്ഥാനമായും ദൈവവചനമാകുന്ന ക്രിസ്തു ജീവിതത്തിന്റെ രക്ഷാകേന്ദ്രമായും ഉയർന്നു വരുമെന്ന് യേശയ്യാ പ്രവാചകനിലൂടെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ എത്തിച്ചേരാനുള്ള സമ്പൂർണതയെക്കുറിച്ചാണ് 4-ാം തിരുവചനം നമ്മോട് പറയുന്നത്. അവിടെ പറയുന്നത് അവിടുന്ന് സമാധാന രാജാവായിരിക്കും നിലയ്ക്കാണ്. അവിടുന്ന് വിധികർത്താവായിരിക്കും, ജനങ്ങളുടെ മധ്യത്തിൽ വിധികർത്താവായിട്ടിരിക്കും. എന്നിട്ടോ യുദ്ധസമാനം ഉള്ള ഹൃദയങ്ങളെ, പരസ്പര വിദ്വേഷത്തിന്റെ ഹൃദയങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തും. അങ്ങനെ വാൾക്കൊഴുവും, കുന്തം വാക്കത്തിയുമായി മാറും, ജനതകൾ തർക്കങ്ങൾ അവസാനിക്കും, രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധങ്ങൾ അവസാനിക്കും, യുദ്ധപരിശീലനമേ ഉണ്ടാവുകയില്ല. സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തു ഈ ലോകത്തേക്ക് ആഗതമാകുമ്പോൾ എന്ന മുന്നറിയിപ്പാണ് പഴയ നിയമത്തിലെ യേശയ്യാ പ്രവാചകൻ നൽകുന്നത്. യേശയ്യ 2:2. അവസാന നാളുകളിൽ കർത്താവിൻ്റെ ആലയം സ്ഥിതി ചെയ്യുന്ന പർവ്വതം
എല്ലാ പർവ്വതങ്ങൾക്കും മുകളിൽ ഉയർന്നു നിൽക്കും, എല്ലാ ജനതകളും അതിലേക്കൊഴുകും. യെശയ്യാപ്രവചനം 2:3. അനേകം ജനതകൾ പറയും, വരുവിൻ, നമുക്ക് കർത്താവിൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാം. അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും, നാം ആ പാതകളിൽ ചരിക്കും. കർത്താവിൻ്റെ നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും, അവിടുത്തെ വചനം ജെറുസലേമിൽ നിന്നും. യെശയ്യാ 2:4. അവിടുന്ന് ജനതകളുടെ മധ്യത്തിൽ വിധികർത്താവായിരിക്കും, ജനപദങ്ങളുടെ തർക്കങ്ങൾ അവസാനിപ്പിക്കും. അവരുടെ വാൾ കൊഴുവും, കുന്നം വാക്കത്തിയുമായി അടിച്ചു രൂപപ്പെടുത്തും. രാജ്യം രാജ്യത്തിനെതിരെ വാളുയർത്തുകയില്ല, അവർ ഇനിമേൽ യുദ്ധപരിശീലനം നടത്തുകയില്ല. CCC 64 ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. 3 കാര്യങ്ങളാണ് ഈ രക്ഷാനുഭവത്തിന്റെ തുടർച്ചയായി സംഭവിക്കാനുള്ളത്, അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയുടെ, കൃപാകര പദ്ധതിയുടെ വെളിപ്പെടുത്തലുള്ളത് എന്നാണ് പറയുക. അതിലൊന്ന് ദൈവജനത്തിന്റെ വിശുദ്ധീകരണമാണ്, പവിത്രീകരണമാണ്. ദൈവജനം എല്ലാ അശുദ്ധിയിൽ നിന്നും മോചനം നേടണം. സഭയാണ് ആധുനിക കാലത്ത് ദൈവജനമായിട്ട് ഉയർത്തപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ എന്താണ് നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നതെന്ന് പഴയ നിയമത്തിലെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അതിലൊരു പ്രധാന കാര്യം ദൈവജനത്തിന്റെ വിശുദ്ധീകരണമാണ്, അല്ലെങ്കിൽ പവിത്രീകരണമാണ്. രണ്ടാമത്തെ ഭാഗം എന്താ? രണ്ടാമത്തെ ഭാഗം അവിശ്വസ്തതകൾ നീക്കലാണ്. ദൈവവുമായുള്ള ബന്ധത്തിലുള്ള അവിശ്വസ്തതകളെ പരിഹരിക്കാൻ കഴിയണം. അവിശ്വസ്തതകൾ പരിഹരിക്കുകയും സകല ജനത്തിന്റെയും പവിത്രീകരണത്തിലേക്ക് നമ്മുടെ ജീവിതം വഴികാട്ടിയാവുകയും ചെയ്യണം. നമ്മുടെ ജീവിതം പ്രകാശം വരുത്തുമ്പോൾ ലോക മനസാക്ഷിയെ അത് ഉണർത്തണം. ലോക മനസാക്ഷിയെ പവിത്രീകരിക്കുന്ന ഒന്നായി നമ്മുടെ ജീവിതം മാറണം. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പ്രവാചക ധർമ്മത്തിലൂടെ പഴയ നിയമത്തിൽ അരങ്ങേറിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്രകാരം സംഭവിക്കുന്ന വിശുദ്ധീകരണത്തിലൂടെയാണ് ആനുകാലിക ലോകത്ത് സമ്പൂർണമായി കൈവന്ന രക്ഷയെ ലോകത്തിന് അനുഭവപ്പെടുത്താൻ നമുക്കാവുക എന്ന കാര്യം നാം അവിടെ ഓർക്കേണ്ടതുണ്ട്. CCC 64 തുടരുന്നു. ദൈവജനത്തിൻ്റെ സമൂല രക്ഷ, അവരുടെ എല്ലാ അവിശ്വസ്തതകളിൽ നിന്നുമുള്ള പവിത്രീകരണം, സർവ്വജനതകളെയും ആശ്ലേഷിക്കുന്ന രക്ഷ, ഇതാണ് പ്രവാചകന്മാർ ദൈവജനത്തെ അപ്രകാരം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഒരു ഉടമ്പടി പുതിയതായി സ്ഥാപിക്കും എന്നതിനെ കുറിച്ച് ജെറമ്യാ പ്രവചനം പറയുന്നുണ്ട്. ജെറമ്യാ പ്രവചനം 31-ാം അധ്യായത്തിൽ 31 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങളിൽ അവിടെ പറയുന്നൊരു പുതിയ ഉടമ്പടിയെ കുറിച്ചാണ്. ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഒരു പുതിയ ഉടമ്പടി ഞാൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ് ആ ഉടമ്പടി? അത് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കില്ല. ഉടമ്പടി ദൈവജനം ലംഘിച്ചു. അതേപോലത്തെ ഉടമ്പടി ആയിരിക്കില്ല വരാനിരിക്കുന്ന ഉടമ്പടി. ഒരു പുതിയ ഉടമ്പടിയെ കുറിച്ച്, പ്രതീക്ഷാ നിർഭരമായ രക്ഷാകരമായ സമ്പൂർണ്ണ വെളിപ്പെടുത്തലിനെ കുറിച്ച് അവിടെ ജെറമ്യാ പ്രവാചകൻ പറയുകയാണ്. ജെറമ്യാ 31:31. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ പുതിയ ഒരു ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ജെറമ്യാ 31:32. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ഉടമ്പടി ചെയ്തതുപോലെ ആയിരിക്കുകയില്ല അത്. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. ജെറമ്യാ 31:33. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. ആ ഉടമ്പടിയുടെ സവിശേഷതയെക്കുറിച്ച് ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. കർത്താവിനെ അറിയുക എന്ന് സഹോദരനോടോ അയൽക്കാരനോ പറയേണ്ടി വരില്ല. എല്ലാവരും ക്രിസ്തുവിനെ അറിയും, ദൈവത്തെ അറിയും. അവരുടെ പാപം അവരെ ഞാൻ വിധിക്കില്ല, അവരെ ഞാൻ സമ്പൂർണമായി രക്ഷിക്കുന്നവനാണ്. അവരുടെ പാപങ്ങൾ മനസ്സിൽ വെക്കാതെ അവരോട് ദീർഘമായി ക്ഷമിച്ചുകൊണ്ട് അവരെ ദൈവികമായ വെളിപ്പെടുത്തലിലേക്ക് നയിക്കും. ക്രിസ്തുവിനെ അവർക്ക് നൽകും. 2 കാര്യങ്ങളാണല്ലോ രക്ഷാകര പ്രവൃത്തിയുടെ പൂർണ്ണതയായിട്ടുള്ളത്. ദൈവാവിഷ്കാരത്തിന്റെ ഒന്ന് ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്, 2 പകർന്നു നൽകുകയാണ്. ഈ 2 പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പ്രവാചകരിലൂടെ അവിടുന്ന് നമ്മോട് സംസാരിക്കുന്നു. പഴയ നിയമം സംസാരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ്. പഴയ നിയമം വായിക്കേണ്ടത് ക്രിസ്തുവിനെ അറിയാൻ വേണ്ടിയാണ്. ഇപ്രകാരം വാഗ്ദാനത്തിലൂടെ നൽകപ്പെട്ട പ്രവാചകന്മാർ പറഞ്ഞ ദൈവികമായ രക്ഷയുടെ സമ്പൂർണ്ണതയാണ് ക്രിസ്തുവിൽ എന്ന പരമാർത്ഥം തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ പഴയ നിയമം വായിക്കേണ്ടത്, പഴയ നിയമത്തെ പ്രമാണിക്കാനല്ല. പഴയ നിയമത്തിൽ നിയമം നൽകപ്പെട്ട കാലത്ത് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ആ നിയമം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, ആ നിയമത്തിൽ വീഴ്ചകൾ ഉണ്ടാവുന്നു. നിയമം അനുഷ്ഠാനമായി മാറുകയും ഹൃദയത്തിൽ നടന്നു പോവുകയും ചെയ്യുമ്പോൾ പ്രവാചകന്മാർ വിലപിക്കുന്നുണ്ട്, എന്റെ ജനം എന്നെ ഉപേക്ഷിക്കുന്നു. പ്രവാചകന്മാരുടെ ദൈവം വിലപിക്കുന്നതായി നമുക്ക് കാണാം. എന്റെ ജനം എന്നെ ഉപേക്ഷിച്ചു, അവർക്കത് മനസ്സിലാവുന്നില്ല. അവർ പൊട്ടക്കിണറുകൾ അന്വേഷിക്കുകയാണ്, രക്ഷയിൽ നടന്നു പോവുകയാണ്. പ്രവാചകന്മാർ ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. യേശു ഭൂമിയിൽ വരുമ്പോൾ രക്ഷയുടെ സമ്പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.
ജെറമിയ 31:34 കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരനെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല. അവർ വലിപ്പച്ചെറുപ്പമെന്നിയെ എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. അവരുടെ അകൃത്യത്തിന് ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കുകയില്ല. പഴയ നിയമം ആദ്യഘട്ടത്തിൽ പിതാക്കന്മാരിലൂടെ പറയുന്ന രക്ഷയെക്കുറിച്ചുള്ള പ്രത്യാശ, ആ പ്രത്യാശയിൽ വിശ്വസിക്കുന്നവരായി കാണുന്നത് അബ്രഹാം മുതലുള്ള ആളുകളെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷ ഏറ്റവും ചെറിയവരാണ് വിശ്വസിക്കുക, അവരിലാണ് പ്രത്യാശ നിലനിൽക്കുക എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി സാറയെ കുറിച്ച് പറയുന്നുണ്ട്, റബേക്കയെ കുറിച്ച് പറയുന്നുണ്ട്, റാഹേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ എസ്തേർ അടക്കമുള്ള സ്ത്രീകൾ, ദുർബലകളെന്ന് വിളിക്കപ്പെട്ടിരുന്ന യഹൂദജനം മാനിക്കാതെ പോയ സ്ത്രീത്വത്തെ ഉയർത്തിക്കൊണ്ട് അവരിലൂടെ എല്ലാം ഈ പ്രത്യാശയെ നിലനിർത്തുന്നതായി ദൈവം കാണിക്കുന്നു. സകലർക്കും വേണ്ടിയാണ് രക്ഷയെന്നും എല്ലാവരും ഇത് നിറവേറുമെന്നും ഈ പ്രത്യാശയിൽ ജീവിക്കണമെന്നും പഴയ നിയമകാലത്ത് ജനതയെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ദൈവം. ഇത് ഒരു കൂട്ടിച്ചേർക്കലിന്റെ വഴിയാണ്, തെരഞ്ഞെടുപ്പിന്റെ വഴിയാണ്. ഒരുമിച്ച് കൂട്ടലിലൂടെ ദൈവജനം ക്രിസ്തുവാകുന്ന പ്രത്യാശയിലേക്ക് വളരാൻ വേണ്ടി, കാത്തിരിപ്പിന്റെ മക്കളായി ജീവിക്കാൻ വേണ്ടി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 64 നമുക്കത് കണ്ടുമുട്ടാൻ പറ്റും. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ദൈവജനം ഇങ്ങനെ പൂർവികമായ ഒരു തെരഞ്ഞെടുപ്പിലൂടെ, ഒരു ഏകീകരണത്തിലൂടെ, ഒന്നിച്ചുകൂട്ടലിലൂടെ പ്രത്യാശയിലേക്ക് വളരാൻ, കാത്തിരിപ്പിന്റെ മക്കളായി മാറാൻ, ക്രിസ്തുവിനെ പ്രതീക്ഷിക്കുന്നവരായി മാറാൻ, പുതിയ ഉടമ്പടിയിലേക്ക് എത്തിച്ചേരാൻ കെൽപ്പുള്ളവരായി മാറാനുള്ള പടിപടിയായ വളർത്തലാണ് പഴയ നിയമം കാഴ്ചവെക്കുന്നത്. പഴയ നിയമത്തെ സമ്പൂർണമായി തള്ളിക്കളയാനല്ല, പഴയ നിയമത്തിൽ ജീവിക്കാനല്ല, അല്ലെങ്കിൽ പഴയ നിയമത്തെ പ്രമാണിക്കാനല്ല നാം വിളിക്കപ്പെടുന്നത്. പ്രത്യാശയെ ക്രിസ്തുവിൽ ഉറയ്ക്കാനാണ് പൂർവ്വപിതാക്കന്മാരും സാറ അടക്കമുള്ള സ്ത്രീകളും പ്രവാചക ദൗത്യത്തിലൂടെ വെളിപ്പെട്ട ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കാത്തിരുന്നു. ആ കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിറവേറിയിരിക്കുന്നു എന്ന പരമാർത്ഥമാണ് മറിയത്തിൽ നമുക്ക് കാണാൻ പറ്റുക. മറിയം ആ പ്രത്യാശയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 7:14 പറയുമ്പോൾ മറിയം ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്നു. CCC 64 തുടരുന്നു. കർത്താവിൻ്റെ വിനീതരും പാവപ്പെട്ടവരുമായിരിക്കും ഈ പ്രത്യാശ നിലനിർത്തുന്നത്. സാറ, റബേക്ക, റാഹേൽ, മരിയാം, ദെബോറ, ഹന്ന, യൂദിത്ത്, എസ്തേർ മുതലായവരെ പോലെയുള്ള വിശുദ്ധ സ്ത്രീകൾ ഇസ്രായേലിൻ്റെ രക്ഷയെപ്പറ്റിയുള്ള പ്രത്യാശ സജീവമായി നിലനിർത്തിയവരാണ്. ഈ പ്രത്യാശയുടെ ഏറ്റവും സംശുദ്ധമായ പ്രതീകമത്രേ മറിയം. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ ആ പ്രവാചക വചസ്സുകൾ ദൈവാത്മാവിന്റെ പ്രവർത്തനത്താൽ ബോധ്യപ്പെടുകയും അതിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യാം. എസെക്കിയേൽ പ്രവചനത്തിൽ 36-ാം അധ്യായത്തിൽ 25-ഉം 26-ഉം തിരുവചനങ്ങൾ നമുക്കറിയാവുന്ന വചനങ്ങളാണ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, ഞാൻ അങ്ങനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ എന്റെ ആത്മാവിനെ നിക്ഷേപിക്കും, ഒരു മാംസള ഹൃദയം ഞാൻ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ കുറവുകളെയും പോരായ്മകളെയും പരിഹരിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയാകും വിധം തയ്യാറുള്ള, സന്നദ്ധതയുള്ള, തുറവിയുള്ള ഒരു ഹൃദയം നമുക്ക് നൽകുമെന്ന് പറയാം. അപ്രകാരം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ദൈവജനത്തെ ഒരുക്കുന്ന പടിപടിയായ ഘട്ടങ്ങളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുക. ദൈവാവിഷ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളോടെ നടക്കുന്നുണ്ട്. ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുന്നു, അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ ദൈവജനത്തെ ഉടമ്പടിയിൽ ഉറപ്പിക്കുന്നു. ആ ഉടമ്പടിയിൽ നിലനിൽക്കാൻ കഴിയാതെ പോകുന്ന, വീണു പോകുന്ന ജനത്തെ ഒരു പ്രത്യാശയിലേക്ക്, ഒരു കാത്തിരിപ്പിലേക്ക് നയിക്കുന്നു. ക്രിസ്തുവിന്റെ വെളിച്ചം ഭൂമിയിലേക്ക് വരാൻ, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഇടയാകും വിധം കെൽപ്പുള്ള ഹൃദയങ്ങളാക്കി മാറ്റാൻ വേണ്ടി യെശയ്യാ പ്രവചനത്തിൽ 49-5-6 തിരുവചനങ്ങൾ നമുക്ക് കാണാം. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, കൂട്ടിയോജിപ്പിക്കലിനെ കുറിച്ച്, ദൈവം എന്തിനാണ് തെരഞ്ഞെടുക്കുന്നത്, ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അവിടെ വെളിവാക്കുന്നുണ്ട്. യെശയ്യാ തന്റെ തെരഞ്ഞെടുപ്പിനെ തിരിച്ചറിയുന്നത് അവിടെയാണ്. 49:5 യാക്കോബിനെ തിരിച്ചു കൊണ്ടുവരാനും ഇസ്രായേലിനെ ദൈവത്തിന്റെ പക്ഷം ചേർക്കാനുമായി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് തന്റെ ദാസനായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് യെശയ്യാ. നമ്മൾ ഓരോരുത്തരും ഉണ്ടാകേണ്ട തിരിച്ചറിവാണ്. ക്രിസ്തു വെളിപ്പെട്ടു, ഈ ലോകത്തെ രക്ഷ കരഗതമായി. ആ കരഗതമായ രക്ഷയെ ആനുകാലിക ലോകത്തിന് അനുവേദ്യമാകാൻ നമ്മുടെ ജീവിതം വഴിയാണ്. നമുക്കാണ് അതിനുള്ള ഉത്തരവാദിത്വം. പ്രവാചക ദൗത്യമുണ്ട്. ആ പ്രവാചക ദൗത്യമാകട്ടെ നമ്മുടെ ജീവിതം വഴി പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ യാക്കോബിനെ ഒരുമിച്ച് കൂട്ടുന്നതും ഇസ്രായേലിനെ ദൈവത്തോട് ചേർക്കുന്നതെല്ലാം വളരെ ചെറിയ കാര്യമാണ് ദൈവത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, എന്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തിക്കാൻ നിന്നെ ഞാൻ ഉപകരണമാണ്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, സഭ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും ആനുകാലിക ലോകത്ത് പ്രവർത്തനക്ഷമമാകേണ്ടതും ഈ ഒരു കാര്യത്തിലാണ്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൊണ്ടാണ് ബോധ്യം. അതാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ലോകാതിർത്തി വരെ ക്രിസ്തുവാകുന്ന വെളിച്ചം അനുഭവപ്പെടുത്താൻ വേണ്ടിയാണ്.
എസെക്കിയേൽ 36:25 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. യെശയ്യാപ്രവചനം 49:6 യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വ്യക്തമായൊരു ബോധ്യവും ധാരണയും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ പറ്റൂ. പരിശുദ്ധ മറിയം ഈ ബോധ്യമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് ഇതാ കർത്താവിന്റെ ദാസൻ നിന്റെ വാക്കിന് നിറവേറട്ടെ എന്ന് മാലാഖയോട് മറിയം പറയുന്നു. ലൂക്ക 1:38 മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. തന്റെ ജീവിതം ഈ സമർപ്പണം വഴി ലോകത്ത് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു രക്ഷയുടെ സദ്വാർത്തയാണെന്ന ബോധ്യം മറിയത്തിനുണ്ടായി. ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വിളിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. നാം ഈ ലോകത്ത് പ്രകാശമായിട്ട് മാറണം. മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നവരോ അടിമത്തങ്ങളിലേക്ക് നയിക്കുന്നവരോ ആയിക്കൂടാ. മന്ത്രവാദത്തെക്കുറിച്ചും കൂടോത്രത്തെക്കുറിച്ചും പഴയ നിയമത്തിലെ പൂർവിക ദോഷങ്ങളെക്കുറിച്ചും തലമുറ ദോഷങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുമ്പോൾ നാം അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാം, ഭയത്തിന്റെ നാളുകളിലേക്ക് കൊണ്ടുപോകാം. ക്രിസ്തുവിൽ നമുക്ക് കൈവന്നിട്ടുള്ള രക്ഷയെ, സ്വാതന്ത്ര്യത്തെ ആനുകാലിക ലോകത്തിന് അനുഭവപ്പെടുത്താനായിട്ട് നമുക്ക് സ്വയം സമർപ്പിക്കേണ്ടതുണ്ട്. മറിയം പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കിന് നിറവേറട്ടെ. ഈ തെരഞ്ഞെടുപ്പ്, ഇന്ന് നാം അനുഭവിക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർവ്വകാലങ്ങളിൽ ആരംഭിച്ചൊരു പ്രവൃത്തിയുടെ തുടർച്ചയാണെന്നും ആ തുടർച്ചയിൽ നമുക്ക് വെളിപ്പെട്ട ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് അനുഭവപ്പെടുത്താൻ നാം സ്വയം സമർപ്പിക്കണമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുക. ദൈവാവിഷ്കാരത്തിന്റെ പടിപടിയായ ഘട്ടങ്ങളിൽ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടി ക്രിസ്തുവിനെ പ്രതീക്ഷിക്കാൻ പ്രാപ്തരാക്കി അങ്ങനെ തുടർന്നു വന്ന ആ പ്രക്രിയയുടെ അവസാന ഘട്ടം മറിയത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മറിയം ഈ തെരഞ്ഞെടുപ്പ് സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. മറിയത്തിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ, മറിയത്തിന് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. യഥാർത്ഥത്തിൽ മറിയം ചെയ്ത പ്രവൃത്തിയുടെ തുടർച്ച ആനുകാലിക ലോകത്ത് നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ബോധ്യമില്ല. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നതാണ് ധർമ്മം. മറിയം ഉദരത്തിൽ സ്വീകരിച്ച് ലോകത്തിൽ അവതരിപ്പിച്ച ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ലോകത്തിൽ അനുഭവപ്പെടുത്തുക എന്ന ധർമ്മമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എബ്രായർ ലേഖനം 1:1-2 തിരുവചനങ്ങൾ പറയുന്നുണ്ടല്ലോ, പൂർവ്വകാലങ്ങളിൽ പ്രവാചകൻ മുഖേന അവിടുന്ന് സംസാരിച്ചു. പല രീതിയിൽ, പല തരത്തിൽ ആ സംഭാഷണമെല്ലാം എത്തിച്ചേരുന്ന ക്രിസ്തുവിലേക്കാണ്. എബ്രായർ 1:1-2 പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അപ്രകാരം വെളിപ്പെട്ട ക്രിസ്തുവിനെയാണ് അവതരിച്ച എല്ലാറ്റിനെയും പൂർത്തീകരണമായ ദൈവത്തിന്റെ വചനത്തിന്റെ ഭാഷാന്തരീകരണമാണ് ക്രിസ്തു. ശരീരത്തിന്റെ ഭാഷ. വചനമായവൻ ശരീരമായി മാറുന്നു, ശരീരമാകുന്നവൻ സ്വയം അർപ്പിക്കുന്നു. അങ്ങനെ വാക്കായ ഒന്ന് ജീവിത പ്രവൃത്തി വഴി ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തി രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നു. ദൈവം തന്നെ സ്നേഹം വെളിപ്പെടുത്തുന്നു, സ്വയം നൽകുന്നു. അങ്ങനെ ആത്മദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ ഒന്നായി തീരുകയും ചെയ്തിരിക്കുന്ന നാം ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട കർത്താവിനെ ആനുകാലിക ലോകത്തിന് പകർന്നു കൊടുക്കാൻ കെൽപ്പുള്ളവരാകണം. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശമായി നമ്മുടെ ജീവിതം മാറണം. എനിക്ക് നിങ്ങൾക്കും പരിമിതികളുണ്ട്. ആ പരിമിതികളെ മറികടന്ന് ക്രിസ്തു രഹസ്യത്തെ ഇങ്ങനെ വെളിപ്പെടുത്തുന്നവരായി മാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റാൻ എത്രത്തോളം നമുക്കാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. പൂർണ്ണമായി ക്രിസ്തുവിൽ ആശ്രയിച്ചും അവനിൽ ഒന്നു ചേർന്നും അവനകമേയെന്ന ബോധ്യത്തിലും അവരിലെന്ന ബോധ്യത്തിലും ഹൃദയനിറവോടെ പരിശുദ്ധാത്മാവിൽ നമുക്ക് ജീവിക്കാനാകണം. അതിനാവശ്യമായ ആത്മബലത്തിനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ക്രിസ്തുവിൽ ആനുകാലിക ലോകത്തിന് രക്ഷയുടെ സദ്വാർത്തയായി മാറാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.